പ്രാവശ്യമെങ്കിലും മത്തിക്കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിന് വേണ്ടി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും 1 സ്പൂൺ കുരുമുളകാണ്, 1/2 സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം എന്ന് പറയും, അതും കൂടെ ചേർത്ത് കൊടുക്കണേ. കുരുമുളക് പൊടിയല്ല, കുരുമുളകാണേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഒരു 4-5 കഷ്ണം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 10-15 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി കുറവുണ്ടെങ്കിൽ ഒരു ലേശം ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി കുറച്ച് കുറവായതുകൊണ്ട്. പിന്നെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വന്നതിന് ശേഷം 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് 1/2 സ്പൂൺ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 മുറി തേങ്ങ ചിരവിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യുക. ഒരു 1-1.5 മിനിറ്റ് സമയം മിക്സ് ചെയ്താൽ മതിയാകും. അതിനുശേഷം അത് മിക്സിയുടെ ജാറിൽ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഒരു മൺചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് 2-3 കഷ്ണം വെളുത്തുള്ളിയും അതിലെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇപ്പം ഉണ്ടാക്കിയെടുത്ത് അത് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കണം അരപ്പ്. അതിനകത്തേക്ക് ചാറിന് ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറിന് ഓരോരുത്തരുടെ ആവശ്യമായ 1-2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, ഒത്തിരി കുറുകിയും പോകരുത്. ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് 1 കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് വെട്ടിത്തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അതിനുശേഷം ഞാനിവിടെ മത്തിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കിലോ മത്തിയുണ്ട്. കഷ്ണമീനും ഉണ്ടെങ്കിലും സൂപ്പറായിരിക്കും. ഞാൻ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഇല്ലായിരുന്നുകൊണ്ടാണ് ഇത് മത്തി ചേർത്തത്. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.